കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അതീവ പ്രാധാന്യമുള്ള സ്ഥാനികരാണ് പന്തക്കിടാങ്ങൾ. 27 നാളും ഇവർ സന്നിധാനത്ത് തന്നെ വേണം. യാഗോത്സവത്തിലെ മുഴുവൻ ചടങ്ങുകളും ദർശിക്കുവാൻ അവകാശമുള്ളതും ഇവർക്ക് മാത്രമാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ മുഴുവൻ ചടങ്ങുകളും ദർശിക്കുവാൻ അവകാശമുള്ള പന്തക്കിടാങ്ങൾ 27 നാളും സന്നിധാനത്ത് തന്നെ ഉണ്ടാകണം. ശിവേലി, ശ്രീഭൂതബലി, വാളാട്ടം, കളഭാട്ടം, കലശാട്ടം എന്നീ ചടങ്ങുകൾക്ക് ഇവർ കത്തിച്ച പന്തങ്ങളുമായി കൂടെ വേണം. മകം മുതൽ നടക്കുന്ന കലശപൂജകൾക്ക് രാത്രി മുഴുവനും പന്തവുമായി സ്ഥലത്ത് നിൽക്കണം. ആകെ 2 പേർ മാത്രം. മാറ്റക്കാറില്ല. മഴയുണ്ടെങ്കിൽ തൊപ്പിക്കുട തലയിൽ വയ്ക്കാം. വലത് കൈവശം എരിയുന്ന പന്തം, ഇടത് കൈവശം മുളങ്കുറ്റിയിൽ എണ്ണ എന്നിവയുണ്ടാകണം. ഒരു ദിവസം കുറഞ്ഞത് 4 പ്രാവശ്യമെങ്കിലും കുളിക്കണം. ചിലപ്പോൾ അത് 7 ആകും. ചില ചടങ്ങുകൾക്ക് മണിക്കൂറുകളോളം ഒറ്റ നിൽപ്പായിരിക്കും. കരിമ്പനക്കൽ ചാത്തോത്ത് കയ്യാലയിൽ പാട്ടാളിയോടൊപ്പമാണ് താമസം. ഇവരുടെ ഉത്തരവാദിത്തം പാട്ടാളി സ്ഥാനികനായ കുറിഞ്ഞിലാട്ട് ശിവകൃഷ്ണനാണ്. രണ്ടാളും പന്തക്കടാവാണ്. 2 പേര് 4 പണിയെല്ലാം എടുക്കുന്നുണ്ട്. 2 പേര് പന്തക്കടാവാണ്. 2 പേര് നമുക്ക് ചെമ്പിന്റെ പരിപാടിയുണ്ട്. അതല്ലോണ്ട് നമ്മൾ 4 കൂടിയാണ് എല്ലാ പരിപാടിയും എടുക്കല്. അപ്പം നമ്മൾ പിന്നെ ഇപ്പൊ നീരനീളത്തിന് വന്നു കഴിഞ്ഞാൽ കരശാട്ട് വരെ നമ്മൾ ഇവിടെ എല്ലാ നമ്മളവിടെ ഇരിക്കുന്ന ഉത്സവാദി കാര്യങ്ങളുണ്ട്. പന്തക്കിടാങ്ങൾ ഭഗവാന്റെ സൂര്യചന്ദ്രന്മാരാണ്. മുമ്പിൽ ഭഗവതിന്റെ സൂര്യനും പുറകിൽ ദേവനാണുള്ളത്. ദേവൻ അങ്ങനെ ഇവിടുന്ന് പാട്ടാളിൻ്റെ ആണ് ഇതിൻ്റെ സ്ഥാനികനായിട്ടുള്ളത്. യാഗോത്സവ സന്നിധാനത്ത് തെറ്റുകൾ ആര് ചെയ്താലും അടിയന്തര യോഗത്തിന് കുറ്റക്കാരെ ശിക്ഷിക്കാം. ഇത്തരത്തിൽ നൽകുന്ന ശിക്ഷ പിഴപ്പിക്കൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ആക്കൽ ഊരാളൻ, ഒറ്റപ്പിലാൻ പണിക്കർ, പടിഞ്ഞീറ്റ നമ്പൂതിരി, പന്തക്കിടാങ്ങൾ എന്നീ 4 സ്ഥാനികരെ പിഴപ്പിക്കുവാൻ ആർക്കും അധികാരമില്ല. ഇതിൽ നിന്നും പന്തക്കിടാങ്ങളുടെ മഹത്വം മനസ്സിലാക്കാം. കൊട്ടിയൂർ അക്കരെ സന്നിധാനത്തെ സൂര്യചന്ദ്രന്മാരാണ് ഈ പന്തക്കിടാങ്ങൾ. ഭഗവതിയുടെ മുന്നിൽ സൂര്യനും ഭഗവാന്റെ മുന്നിലെ ചന്ദ്രനുമാണ് ഇവർ. ഇപ്പോഴത്തെ പന്തക്കിടാങ്ങൾ പൊന്നം സ്വദേശി സജിനാഥും കണ്ണൂർ മുണ്ടേരി സ്വദേശി രാജേഷുമാണ്. നീരെഴുന്നള്ളത്ത് നാൾ കൊട്ടിയൂരിലെത്തിയ പന്തക്കിടാങ്ങൾക്ക് തൃക്കലശാട്ടിന് ശേഷം യാത്രാബലി കഴിഞ്ഞു മാത്രമേ കൊട്ടിയൂരിൽ നിന്ന് പുറത്തുപോകാൻ അനുവാദമുള്ളൂ. ന്യൂസ് ബ്യൂറോ, പെരാവൂർ.